ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 42 ഇഞ്ച് വണ്ണമുള്ളൊരു ചുരിദാറിൻ്റെ വൈഡായ നെക്കാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ കഴുത്തിൻ്റെ അകലം കണ്ടോ 14 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അകലം എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ലൈനിങ് അടിയിലിട്ട് അതിൻ്റെ മുകളിൽ നല്ല പീസിൻ്റെ നല്ല ഭാഗമാണ് മുകളിൽ വരേണ്ടത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത പീസ് അതിൻ്റെ മുകളിലിടുന്നത്. ഇനി നമുക്ക് കൃത്യമായിട്ട് ഈ കഴുത്ത് നിങ്ങൾ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പമായിട്ട് ഈ ചുരിദാറിനകത്തും കൂർത്തിക്കകത്തൊക്കെ നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇനി കണ്ടോ നമുക്ക് ഈ കഴുത്ത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മുട്ട് സൂചി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ക്യാൻവാസിനകത്ത് തട്ടാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൽ തട്ടല്ലേ കൂട്ടുകാരെ, അത് വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിൻ്റെ അരിവിൽ കൂടി വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കൂട്ടുകാരെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കണ്ടോ 4 ഇഞ്ച് നമ്മൾ വിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുത്താലേ കഴുത്തിൻ്റെ അകലം വേണമല്ലോ. ഇനി നമുക്കൊരു 1-1.5 ഇഞ്ചോ വിട്ട് നമുക്ക് ക്യാൻവാസിൽ തട്ടാത്ത രീതിയിലും നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൽ തട്ടാത്ത രീതിയിലും നമുക്ക് ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ പീസ് തിരിച്ചിട്ട് കണ്ടോ ഇതുപോലെ തിരിച്ചിട്ട് നമ്മുടെ ലൈനിങ്ങിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ മുകളിലത്തെ പീസിനകത്ത് ആ സ്റ്റിച്ചിങ് പതിപ്പിക്കുന്നില്ല, ലൈനിങ്ങിലാണ് ഇത് കൊടുക്കുന്നത്. അത് ആ കസ്റ്റമർക്ക് അങ്ങനെ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് കണ്ടോ എല്ലാം നമ്മുടെ തയ്യൽ തുമ്പ് ഉൾപ്പെടെ നമ്മൾ ആ ലൈനിങ്ങിലോട്ട് പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അതിൻ്റെ മുകളിലോട്ട് ആദ്യം നമുക്കൊന്ന് പതിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് എംബിങ് ചെയ്യേണ്ട കസ്റ്റമർ ചിലപ്പം വരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൈത്തയ്യൽ തയ്ക്കാം. ബീഡ്സ് വെക്കേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ഫ്രണ്ട് പീസിൽ നല്ല പീസിൽ ഈ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് ബീഡ്സും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ ഇനി ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം വളരെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ചുളിവുകളില്ലാത്ത രീതിയിൽ നമ്മുടെ നല്ല പീസ് അടിയിൽ കിടപ്പുണ്ട്, അത് നല്ലോണക്ക് പിടിച്ച് മാറ്റി വെച്ചിട്ട് വേണം നമുക്കിതേ രീതിയിൽ തന്നെ പീസ് ചുളിവുകളില്ലാത്ത രീതിയിൽ വിട്ട് കൊടുത്ത് നമുക്ക് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കൂട്ടുകാരന്നേരം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട്, എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഉപകാരമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. നേരം കൂട്ടുകാരുന്നുണ്ട് ഇതേപോലെ നമ്മൾ എന്നിട്ട് നഖം വെച്ചൊന്ന് വലിച്ചു കൊടുക്കണം. അന്നേരം നമുക്കത് ഒതുങ്ങിയിരിക്കും. നമുക്കെന്നിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ബീഡ്സ്, നമ്മുടെ കഴുത്തിൻ്റെ നല്ല പീസിനകത്ത് നമുക്ക് ബീഡ്സോ മുത്തുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ 2 സ്റ്റിച്ചിങ്ങും ഞാൻ ഇതിനകത്ത് ആ ലൈനിങ് പീസിനകത്ത് ആണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ ബാക്ക് കഴുത്തും ഇതേ അളവിനകത്താണ് നമ്മൾ എടുത്തേക്കുന്നത്. അതും ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി കണ്ടോ നമ്മുടെ ഇതിൻ്റെ പുറകിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ നല്ല പീസ് കണ്ടോ ഇങ്ങനെ ഇരിക്കും. നമുക്കൊരു കൈത്തയ്യൽ കൊടുക്കുന്നവർക്ക് ഓരോ ബീഡ്സും കൂടെ വെച്ച് ഞാൻ അതൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തയ്ച്ചിട്ട് ഓരോ ബീഡ്സ് ഉൾപ്പെടുത്തി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇനി അടുത്ത വീഡിയോ കാണും. ബൈ.